നബി രണ്ട് വിവാഹമേ ചെയ്തിട്ടുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഒന്ന് ഖദീജ ബീവി, പിന്നൊന്ന് മാരിയ ബീവി. മാരിയുടെ മക്കളായിട്ട് അറിയപ്പെടുന്ന സൈനബ്, ഉമ്മു കുൽസൂം, റുഖിയ എന്നിവരൊക്കെ ഖദീജ ബീവിയുടെ മക്കളാണ്. നബിയുടെ മക്കളായിട്ട് തന്നെയാണ് നബി അവരെ കണക്കാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് അവർ നബിയുടെ മക്കളാണെന്ന് അറിയപ്പെടുന്നു. അത്രയേ ഉള്ളൂ. ഈ രണ്ട് ഭാര്യമാരെ ഉണ്ടായിട്ടുള്ളൂ. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്തോൾ. കഴിഞ്ഞ ദിവസം എനിക്കൊരു സുഹൃത്ത് അയച്ചെന്നൊരു വീഡിയോ ആണിത്. മുസ്തഫ മൗലവി എന്ന് പറയുന്നൊരു മൗലവിയുടെ വീഡിയോ. ഈ മൗലവി ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യം. ആദ്യം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണും. നബി രണ്ട് വിവാഹമേ ചെയ്തിട്ടുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഒന്ന് ഖദീജ ബീവി, പിന്നൊന്ന് മാരിയ ബീവി. മാരിയ ബീവി ഈജിപ്ഷ്യൻ കോപ്റ്റിക് ക്രിസ്ത്യനായിരുന്നു. അവർ ക്രിസ്ത്യനായിട്ട് തന്നെയാണ് ജീവിച്ചതും മരിച്ചതൊക്കെ കേട്ടോ. ഈ രണ്ട് വിവാഹത്തിലാണ് നബിക്ക് മക്കളുള്ളത്. ഖദീജ ബീവിയിൽ 2 ആൺകുട്ടികളും 1 പെൺകുട്ടിയും, അബ്ദുള്ള, ഖാസിം, ഫാത്തിമ. മാരിയയിൽ ഇബ്രാഹിം. പിന്നെ നബിയുടെ മക്കളായിട്ട് അറിയപ്പെടുന്ന സൈനബ്, ഉമ്മു കുൽസൂം, റുഖിയ എന്നിവരൊക്കെ ഖദീജ ബീവിയുടെ മക്കളാണ്. നബിയുടെ മക്കളായിട്ട് തന്നെയാണ് നബി അവരെ കണക്കാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് അവർ നബിയുടെ മക്കളാണെന്ന് അറിയപ്പെടുന്നു. അത്രയേ ഉള്ളൂ. ഈ രണ്ട് ഭാര്യമാരെ ഉണ്ടായിട്ടുള്ളൂ. അതിനിടയിൽ നബി വിവാഹം ചെയ്തു എന്ന് പറയപ്പെടുന്നുണ്ടല്ലോ, ഈ കഥകൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അതിലൊന്നും നബിക്ക് മക്കളുണ്ടായിട്ടില്ല. അതിൽ തന്നെ വ്യക്തമാണല്ലോ അവരൊന്നും ഭാര്യമാരായിരുന്നില്ല എന്നുള്ളത്. നബിയുടെ കൂടെ കൂടിയ, നബിയുടെ പ്രിയപ്പെട്ട ശിഷ്യകളായിരുന്നവരൊക്കെ നബി പറയുന്നതൊക്കെ എഴുതിയെടുക്കാനും ജിജ്ഞാസുക്കളായി നബിയിൽ നിന്ന് അറിവുകൾ നേടാനും വേണ്ടി പ്രവാചകനോടൊപ്പം ജീവിച്ച, ഒരു ഗുരുവായി കണ്ട് പ്രവാചകന് വേണ്ടി ഖിദ്മത്ത് ചെയ്ത ആളുകളായിരുന്നു അവരൊക്കെ. നബിക്ക് പുരുഷന്മാരായിട്ട് ധാരാളം ആളുകൾ ശിഷ്യന്മാരുണ്ട്, ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ പുരുഷന്മാർ മാത്രമാണ് നബിക്ക് ശിഷ്യന്മാരായിട്ടുള്ളത്. സ്ത്രീകളും ഇല്ലേ? പ്രവാചകന്റെ കൂടെ ശിഷ്യന്മാരായിട്ട് സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്ന് ഹദീസിന്റെ കിതാബുകളിലൊക്കെ കാണാമല്ലോ. ഉമ്മു സലമ ബീവിയെ കുറിച്ചൊക്കെ ഹദീസിൽ പ്രവാചകൻ പ്രശംസിച്ച് പറഞ്ഞിട്ടുണ്ട്. ഉമ്മു സലമ ചോദ്യങ്ങൾ ചോദിക്കാൻ മടിയില്ലാത്തവളാണ്. അതുപോലെ സ്ത്രീകൾ, മദീന സ്ത്രീകളെ കുറിച്ച് നബി പറഞ്ഞിട്ടുണ്ട്. അവര് ചോദ്യങ്ങൾ ചോദിക്കുന്നവരാണ്, അറിയാൻ ആഗ്രഹമുള്ളവരാണ്, പ്രവാചകന്റെ മുന്നിൽ വന്നിരിക്കുമായിരുന്നു. ഇതൊക്കെ പ്രവാചകന്റെ ശിഷ്യന്മാരല്ലേ? എല്ലാ പ്രവാചകന്മാർക്കും ശിഷ്യകൾ ഉണ്ടായിരുന്നു, ശിഷ്യന്മാരുള്ളതുപോലെ തന്നെ ഗുരുക്കന്മാർ അങ്ങനെയാണല്ലോ. ഇപ്പൊ സ്റ്റേജിൽ കയറുന്ന പെൺകുട്ടിയെ പോലും ഇറക്കി വിടുന്ന ഒരു കാലം, അത് പ്രവാചകന്റെ മാതൃകയല്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാമല്ലോ. അപ്പൊ ഈ നബിയുടെ ശിഷ്യന്മാരെയൊക്കെ, ശിഷ്യകളെയൊക്കെ ഭാര്യമാരാക്കുക എന്നുള്ളത് പിൽക്കാലത്തുള്ള രാജാക്കന്മാരുടെയും പൗരോഹിത്യത്തിന്റെയും ഒക്കെ ആവശ്യമായിരുന്നു. അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഈ പറയപ്പെട്ടവരൊക്കെയും പ്രവാചക ശിഷ്യകളായിരുന്നു. മുസ്തഫ മൗലവി ഈ പറയുന്ന കാര്യത്തിൽ എത്ര കണ്ട് ശരിയുണ്ട്? അതായത് മുസ്തഫ മൗലവി പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചത് ഖദീജ ബീവിയാണ്. പിന്നെ ഈജിപ്തുകാരിയായ ഒരു ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട മേരി എന്ന മാരിയത്തുൽ ഖിബ്തിയ. മാരിയത്തുൽ ഖിബ്തിയ എന്ന് പറഞ്ഞാൽ അറബിയിൽ പറയുന്നതാണ് മേരി, കൊപ്റ്റിക് വംശജയായ മേരി. ഈ 2 പേരെയാണ് വിവാഹം കഴിച്ചത്. അതിൽ നബിക്കുണ്ടായ മക്കൾ ഖദീജ ബീവിയിൽ ഖാസിം, അബ്ദുള്ള എന്ന പേരുള്ള 2 കുട്ടികൾ, അവർ മരണപ്പെട്ടു പോയി. പിന്നെ ഫാത്തിമ, ബാക്കിയുള്ള സൈനബ്, ഉമ്മു കുൽസൂം മക്കളൊക്കെ ഖദീജ ബീവിയുടെ മറ്റു ഭർത്താക്കന്മാർക്കുണ്ടായ മക്കളാണ്. അവരെ സ്വന്തം മക്കൾ പോലെ വളർത്തി. പിന്നെ മേരി എന്ന് പറയുന്ന ഈ മാരിയത്തുൽ ഖിബ്തിയയിൽ ഇബ്രാഹിം എന്ന് പറയുന്ന മറ്റൊരു മകനുണ്ടായി. ആ മകനും നേരത്തെ മരണപ്പെട്ടു. ഇതൊക്കെയാണ് അദ്ദേഹം ഇതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പിന്നെ ആയിഷ ബീവിയെ പോലെയുള്ള ഒരുപാട് സഹധർമ്മിണികൾ പ്രവാചകൻക്കുണ്ടല്ലോ, അവരൊക്കെ നബിയുടെ ശിഷ്യകളാണ്, അല്ലാതെ ഭാര്യമാരല്ല എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. ഇനി ഈ പറയുന്ന ഇവരൊന്നും നബിയുടെ ഭാര്യമാരല്ല, ആയിഷ ബീവി നബിയുടെ ഭാര്യയില്ലെന്ന് പറയുന്ന ഇതേ മുസ്തഫ മൗലവിയുടെ മുൻപത്തെ ചില വീഡിയോകൾ പരിശോധിച്ചാൽ അതിൽ പ്രത്യേക ഒരു വീഡിയോ കാണാം. ആയിഷ ബീവിയുടെ വിവാഹപ്രായം, ആയിഷ ബീവി നബിയെ വിവാഹം കഴിച്ചത് 18 വയസ്സിലാണ് എന്ന് പറയുന്ന വീഡിയോ കാണാം. അപ്പോൾ അന്ന് മൂപ്പർക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ലേ? മൂപ്പര് പറയുന്ന ഈ വാദത്തെ മുസ്തഫ മൗലവിയുടെ പഴയ വീഡിയോ കൊണ്ട് തന്നെ റദ്ദ് ചെയ്യുന്നുണ്ട്. അതായത് ആയിഷ ബീവിയെ പ്രവാചകൻ വിവാഹം കഴിച്ചത് 18ാമത്തെ വയസ്സിലാണ് എന്ന് ചരിത്രപരമായ തെളിവുകളോടുകൂടി പറഞ്ഞിരുന്ന ഈ മനുഷ്യനാണ് ഇപ്പം എന്ത് പറയുന്നത്? ആയിഷ ബീവി നബിയുടെ ഭാര്യ തന്നെ അല്ല എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പുതിയ ചരിത്രപരമായ തെളിവുകൾ കിട്ടിയത് എന്നുള്ളത് എനിക്കറിയില്ല. നമ്മൾ ഇത്രയും വിഷയങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ അന്നത്തെ ചരിത്രകാരന്മാർ ഇതിനെങ്ങനെ കണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഒരു ചരിത്രകാരന്മാരും ഇവരൊന്നും പ്രവാചകന്റെ ഭാര്യമാരല്ല എന്ന് പറഞ്ഞിട്ടില്ല. ഇവരൊക്കെ പറഞ്ഞിട്ടുള്ളത് പ്രവാചകന്റെ ഭാര്യമാരാണ് എന്നുള്ളതാണ്. പ്രവാചകന്റെ കാലശേഷം വന്ന ഖുർത്തുബി അടക്കമുള്ള ഒരുപാട് ചരിത്രകാരന്മാരുണ്ട്, ഇബ്നു കസീർ, ഇങ്ങനെയുള്ള ആധുനിക ചരിത്രകാരന്മാരൊക്കെ എടുത്ത് പരിശോധിച്ചാലും എല്ലാവരും പറയുന്ന ഒരു കാര്യം, ഖദീജ ബീവി അടക്കമുള്ള അവരൊക്കെ നബിയുടെ ഭാര്യമാർ തന്നെയാണ്, നബിയുടെ ഭാര്യമാരാണ്, നബിക്കുണ്ടായ മക്കൾ ഇങ്ങനെയാണ് എന്നുള്ളത് ചരിത്രപരമായിട്ട് തെളിയിക്കപ്പെട്ടൊരു കാര്യമാണ്. ഇനി അല്ലെന്ന് പറയാൻ ഏതെങ്കിലും ആധികാരികമായ ചരിത്രങ്ങൾ വേണം. ആ ചരിത്രങ്ങളെ സ്ഥാപിക്കാത്തിടത്തോളം കാലം ഇത് മുസ്തഫ മൗലവിയുടെ മാത്രം ഒരു വിചാരമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാത്രം ഒരു ആഗ്രഹമോ അല്ലെങ്കിൽ വ്യാഖ്യാനമോ ആയിരിക്കാം. അപ്പോൾ ഇത്തരം വീഡിയോകൾ കണ്ട് പലരും സംശയിക്കപ്പെടുന്നുണ്ട്.
അതിലൊരു ഒരു കാരണം പറയുന്നത് എങ്ങനെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മകളെ കുറിച്ച് മാത്രമാണ് അതിൻ്റെ കരളിൻ്റെ കരളാണ് എന്ന് പറഞ്ഞത്. അത് ആരെക്കുറിച്ച് മാത്രമാണ്? ഫാത്തിമ ബീവിയെ കുറിച്ച് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ പറയാൻ കാരണം ഫാത്തിമ ബീവി മാത്രമാണ് നബിയുടെ മകൾ. ബാക്കിയുള്ള സൈനബ്, ഉമ്മു കുൽസും പോലെയുള്ള മക്കളൊന്നും നബിയുടെ മക്കളല്ല, മറിച്ച് ഖദീജ ബീവിയുടെ മക്കളാണ്. നബിക്ക് ഖദീജ ബീവിയിൽ ഉണ്ടായ മകളായതുകൊണ്ട് മാത്രമാണ് ഫാത്തിമ ബീവിയെ എൻ്റെ കരളിൻ്റെ കഷ്ണമാണെന്ന് പറയാൻ കാരണം. പിന്നെ ഒരു കൂട്ടർ പറയുന്ന ന്യായമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കൾ ഫാത്തിമ ബീവിയുടെ മക്കളിലൂടെ വരുന്നവരെ മാത്രമാണ് അഹ്ലു ബൈത്തായിട്ട് എണ്ണീട്ടുള്ളത്. എന്നാൽ സൈനബിൻ്റെ മക്കളോ ഉമ്മു കുൽസൂമിൻ്റെ മക്കളോ മറ്റു നബിയുടെ പെൺമക്കളിലൂടെ ഉണ്ടായ മക്കളെയൊന്നും പിൽക്കാലത്ത് ചരിത്ര രേഖകളിൽ അവരെ ഇല്ല, അവരുടെ മക്കളെയൊന്നും നബി അഹ്ലു ബൈത്തായിട്ട് എണ്ണിയിട്ടില്ല എന്നുള്ളതാണ് തെളിവായിട്ട് ഒരു കൂട്ടർ പറയുന്ന ന്യായം. അപ്പോൾ ചരിത്രത്തിൽ അന്വേഷിച്ച് കഴിയുമ്പോൾ അവർക്കാർക്കും അങ്ങനെ മക്കളുണ്ടായതായിട്ട് ചരിത്ര രേഖയിലില്ല. മക്കളുണ്ടായതായിട്ട് ചരിത്ര രേഖയിലുള്ളത് ആർക്കാണ്? ഫാത്തിമ ബീവിക്കാണ്. അപ്പോൾ ഫാത്തിമ ബീവിയും അലി റളിയല്ലാഹു അൻഹുവിലൂടെയും ഉണ്ടായ മക്കളാണ് അഹ്ലു ബൈത്തായിട്ട് പിന്നീട് തങ്ങൾ കുടുംബമായിട്ട് അറിയപ്പെട്ടത്. അപ്പോൾ അത്തരം വ്യാഖ്യാനങ്ങൾ പിടിച്ചിട്ടൊന്നും ഇവരൊന്നും നബിയുടെ മക്കളല്ല എന്ന് പറയുന്നതിൽ ന്യായമില്ല. നമുക്കൊരു വിഷയം പറയണമെന്നുണ്ടെങ്കിൽ ചരിത്രപരമായ രേഖയും തെളിവും വേണം. ആ രേഖ പ്രകാരം ഖദീജ ബീവി അടക്കം നബിക്ക് ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്നു. അവരെ ഭാര്യമാരായിട്ട് തന്നെയാണ് സ്വീകരിച്ചത്, ശിഷ്യകളായിട്ടല്ല. ഉമ്മു സൽമ നബിയോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കലുണ്ട്. നബി അവരുടെ ഭാര്യയായിരുന്നു, പക്ഷെ എന്തിനാണ് ശിഷ്യ എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഉണ്ടാക്കണം. അപ്പോൾ ഇതിനെന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് മുസ്തഫ മൗലവി ഇങ്ങനെ പറഞ്ഞു അറിഞ്ഞുകൂടാ? അങ്ങനെ ഏതെങ്കിലും ചരിത്ര പുസ്തകങ്ങളോ ചരിത്ര ഗ്രന്ഥങ്ങളോ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നമുക്കതിനെ ആ വിഷയം സംസാരിക്കാം. എന്തായാലും ഇതൊരു തെറ്റിദ്ധാരണ പരത്തുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം.